ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. എനിക്ക് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. ഇന്നലെ പെട്ടെന്നൊരു കോൾ വന്നതാണ്. ഇവിടെ എറണാകുളം പനമ്പള്ളി നഗറിൽ ഒരു ആങ്കറിങ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒന്നും നോക്കില്ല. രാവിലെ തന്നെ ട്രെയിനർ ഇങ്ങോട്ട് പോന്നു. കാർത്തിക് സൂര്യയുടെ ഒക്കെ ഒപ്പമാണ് ഇത് ഞാൻ സ്റ്റേജിൽ നിൽക്കാൻ പോകുന്നത്. നല്ല ടെൻഷനുണ്ട്, ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടില്ല. എന്തായാലും നമുക്ക് എന്താവുമെന്ന് നോക്കാം. ഞാൻ പോവാൻ റെഡി ആയി. നീ പറഞ്ഞോ, നീ എന്തിനാ ടെൻഷൻ? നീ ഒന്നുമില്ല, നീ നേരത്തെ ഒന്നുമില്ല. ഇത് അറിയാവുന്ന ആൾക്കാർ തന്നെയുള്ളു. ഈ ആലപ്പുഴ അത്രയും ക്രൗഡൊന്നും ഇല്ലല്ലോ. ആലപ്പുഴ അത്രയും ക്രൗഡൊന്നും ഇല്ല. നീ ധൈര്യമായിട്ട് ചെയ്തു, എന്നെ കൊണ്ട് പറ്റും. എന്നെ കൊണ്ട് പറ്റുമെന്നുള്ളതാണ് ഞാൻ വിളിച്ചത്. 60 സ്ഥലങ്ങളിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ. അപ്പൊ അതിന് കോസ്റ്റ്യൂം ചെയ്ത് തന്നവരായിരുന്നു. അത് മാത്രമല്ല, ഞങ്ങളുടെ മഴവിൽ മനോരമയിലെ കംപ്ലീറ്റ് ഞങ്ങളുടെ കോസ്റ്റ്യൂംസും ഹാൻഡിൽ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അത് മാത്രമല്ല, കാസർഗോഡ് നിന്നാണ് ഇവര് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ കാസർഗോഡ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് കേരളത്തിലെ ഏറ്റവും ഫാഷനബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ്. അപ്പോ കാസർഗോഡുകാർക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. കാരണം നിങ്ങളുടെ ഫാഷൻ ഇനി എറണാകുളത്തും എത്തിയിരിക്കുകയാണ്. ഇപ്പൊ നല്ലൊരു കൈയടി കൊടുക്കാം, നല്ലൊരു കൈയടി. സൈഡിൽ നിൽക്കണ്ട, അങ്ങനെ അങ്ങനെ പോരല്ലോ നമ്മള്. എന്താണ് ഒരു രണ്ട് വാക്കിൽ ഒരു ആശംസ. എങ്ങനെ വെറുതെ നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട്. എന്തൊരു ആക്റ്റീവ് വ്ലോഗിലൊക്കെ ഞാൻ സ്ഥിരം നിങ്ങളുടെ വ്ലോഗ് കാണുന്നതാണ്. നേരത്തെ അല്ല, വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടല്ലോ എന്നെ വിളിക്കാൻ വരുന്നുണ്ട്. 2 ദിവസം മുമ്പ് പരിചയപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വരുന്നില്ല. അല്ല, വരുന്നുണ്ട്. അത് വീഡിയോ ഇടാഞ്ഞിട്ടാ. വീഡിയോ ഇടാഞ്ഞിട്ടാണ്. എനിക്കറിയത്തില്ല, ഞാൻ പോയിട്ടില്ല. ഞാൻ ഈ ക്യാമറ ഒന്ന് ഓഫ് ആക്കട്ടെ സുഹൃത്തുക്കളെ. ക്യാമറ ഉള്ളോണ്ടാ ബാക്കി പറയാത്തെ. എന്താണെന്ന് പറയാനറിയില്ല. മഴവിലെ സന്തോഷ് ബ്രോ ആണ് എനിക്ക് ഇവരെ പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ ചലഞ്ചറാണ്. പുള്ളി കാസർഗോഡിൻ ഷോപ്പില്ലേ, ഓണറാണ്. അത് പുള്ളി ക്യാമറ അങ്ങോട്ട്. അല്ല, ക്യാമറ കാണുമ്പോ അതെല്ലാരും ഫീഡാ ചിരിക്കാൻ. നിന്റെ ബ്ലോഗാണോ? എന്റെ. ആണോ? എന്താ ബ്ലോഗിന്റെ പേര്? ആര്യ വ്ലോഗ്സ് ഓഫ് ആര്യ. അതെന്റെ അമ്മ. അത് അമ്മ. ചെറിയ കൈ, അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അമ്മയും ഞാനും. ഇപ്പൊ പിന്നെ ഒരു സമാധാനം ഉണ്ട് നമുക്ക്. ഇവിടെ പോകണം തരുകയാണെങ്കിൽ എടുക്കാറുന്നില്ലേ. ചെതറും ഇട്ട പൊളിക്കും. വാലന്റൈൻസ് ഡേ എപ്പിസോഡ് ചെൽസി കൺസെപ്റ്റ് സാധനം വെരി ട്രെൻഡിയാ. അടുത്ത് അതോ റേറ്റ് നോക്കട്ടെ. ഇത് 2750. എന്തായാലും
ഇതും സെയിൽസ് ചെയ്യുന്നതാണ്. അത് സെയിൽസ് ആണല്ല, അത് ആക്ച്വലി നമ്മള് സെലിബ്രിറ്റീസ് ഒക്കെ വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ അവർക്ക് വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ സാമ്പിൾസ് എല്ലാം ഡിസ്പ്ലേ ചെയ്യും. അവർ വേണ്ട പർച്ചേസ് ചെയ്ത് നമ്മൾ തിരിച്ചു വരും. അടിപൊളി, സ്റ്റോക്ക് ആണ് അതെല്ലാം. ഗംഭീര പരിപാടി. അപ്പൊ നമുക്കിപ്പോ അത്യാവശ്യത്തിന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ബാങ്ക് ഉണ്ടായിരിക്കും അവിടെ വരും, നിയർ ബൈ. എന്ത് വേണം? ഇതിൽ മറ്റേ സാധനമല്ലേ ക്യാറ്റേ, അതാ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതൊക്കെ ഇല്ലേ ഉപയോഗിക്കണേ. ഞാനിങ്ങനത്തെ ഒന്നും ഉപയോഗിക്കത്തില്ല, കൊള്ളത്തില്ല, ഒരു മെനയില്ല. ഹായ് പറ വ്ളോഗ. ഇത് ഹരി ഫ്രം കൊല്ലം കരുനാഗപ്പള്ളി അല്ലേ? അല്ലേ? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദറാണ്, ഇവിടെ വെച്ച് അറിഞ്ഞത്. അതെ. സാധനം കൊള്ളാം, പക്ഷേ എനിക്ക് വെച്ചിട്ട് കൊള്ളത്തില്ല. ഇത് ഇച്ചിരി നല്ല മോണമായിട്ട് കിടക്കുന്ന പൊമ്പിളാരൊക്കെ വെച്ച് അടിപൊളിയായിരിക്കും. ഞാൻ വെച്ചിട്ട് കൊള്ളത്തില്ല. എന്താ മിണ്ടത്തില്ലേ? പേര് പറ. എടുക്ക്. എന്താ? ഉസ്മാൻ ഹക്കീം. എടുക്ക്, സെർച്ച് ചെയ്. ജീവിച്ച് പോട്ടടേ. അല്ലേ? അല്ലേ? ആര്? ആണോ? ഏത് സിനിമയില്? ഏത് സിനിമ? പേര് ഡിറ്റക്റ്റീവ്. എനിക്കറിയാം. മറ്റേ എന്താ അവന്റെ നടന്റെ പേര് മറന്നുപോയി, സോറി. നടന്റെ പേര് ഡിറ്റക്റ്റീവ്. ആ, ഷറഫുദ്ദീന്റെ പടം. എടുക്ക് നോക്കട്ടെ. കിട്ടിയോ? എത്ര ഫോളോവേഴ്സ് ഉണ്ട്? കാണാൻ വയ്യ. 138K ഫോളോവേഴ്സ് ഉള്ള സെലിബ്രിറ്റി ആണോ നോക്കണേ? ഡിറ്റക്റ്റീവിൽ അവന്റെ കൂടെ ആ ടീമിലുള്ളതാണോ? ആ, കണ്ടു, മനസ്സിലായി. അല്ല, പെറ്റ് ഡിറ്റക്റ്റീവ് മനസ്സിലായി. ആ, നീ തിരിച്ചു പുകഴ്ത്ത്. കാസർഗോഡ് ഓന്റെ നിങ്ങൾ മലയാളത്തിൽ പറയുന്നത് ഒരു മലയാളിക്ക് സെലിബ്രിറ്റീസ് ആണല്ലോ ഇപ്പൊ. കിട്ടിയോ? എന്റെയോ? ഞാൻ ആര്യ, വ്ളോഗ്സ് ഓഫ് ആര്യ. എന്റെ ഇൻസ്റ്റയിലെ പേര് ആര്യ തന്നെ. എന്റെ ദൈവമേ, കോടിമുണ്ടും. ഇതിൽ കൂടെ അതൊന്നും പറയാതെ കുട്ടി നേരത്തെ ആകെ ബേജാറായി കഴിഞ്ഞു. കുട്ടി നേരത്തെ നല്ല ടെൻഷൻ എനിക്ക് മനസ്സിലായി. കുട്ടി എന്തോ ഇങ്ങള് മലയാളത്തിൽ പറ ചങ്ങായി, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എല്ലാം ഉണ്ട്. കാസർഗോഡ് അല്ലേ? കാസർഗോഡ്
വാട്സാപ്പ്. ആ ഓക്കെ ആവശ്യക്കാർ ബന്ധപ്പെടും. ഓക്കെ, ബന്ധപ്പെടാം ആവശ്യക്കാർക്ക്. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ഇത്ര നേരമായില്ല, അതുകൊണ്ടല്ലേ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പ്രതീക്ഷ പോലില്ല. ആര്? പ്രതീക്ഷ പോലെ ഒന്നും നടന്നില്ല, അതാണ് പ്രശ്നം. ഞാൻ വിചാരിച്ചു നല്ല ക്രൗഡ് ക്രൗഡില്ലേ, നമ്മള് അടിച്ചു വിളിച്ചില്ലേ? നല്ലൊരു സ്റ്റേജ് ആയിരുന്നു. ഇതാ മുതലാളി. ഇതാണ് മുതലാളി. ഞാൻ നോക്കിയിട്ടൊന്ന് പറഞ്ഞ ഒരു ബോളിവുഡ് നടന്റെ ടച്ച് സത്യമായിട്ടും ഉണ്ട്. സ്പോട്ടിഫൈ സെർച്ച് ചെയ്ത് ഫരീദിന്റെ ഫരീദ് ഇൻഫിനിറ്റിന് സ്പോട്ടിഫൈ സെർച്ച് ചെയ്താൽ മതിയോ? ഒറ്റ പാട്ടുണ്ട്, അത് എന്റെ ഫ്രണ്ട് എഴുതിയാണ്. ഇവനാണ് കണ്ട് നോക്കി നിന്നത് പാടുന്നത്. അതിന്റെ ഒരു കുഴപ്പം മാത്രമല്ലേ. അതെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. വൈൻഡൊക്കെയാണ്. തീരെ വശകേടായി വയ്യ ഇനി അല്ലേ? പിന്നെ നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അടുത്ത നമ്മൾ ഇതാണ് മധുര ഫുഡ് ഹഡിങ്ങിന്റെ വ്ലോഗ് വേണമെങ്കിൽ നിങ്ങൾ പറ. ഞങ്ങൾ പോകാൻ ചെറിയൊരു പ്ലാനുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ പറ. നമ്മൾ മധുര തിന്നു മരിക്കാൻ പോയി. ഇപ്പൊ എന്തെങ്കിലും ഞമ്മട്ടെ, ഒന്നും തിന്നിട്ടില്ല. ബൈ.